കോടാലിയിൽ ഉറക്കത്തിനിടെ പാമ്പ് കടിയേറ്റ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. സഹോദരനൊപ്പം ഉറങ്ങാൻ കിടന്ന 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റു മരിച്ചു. സഹോദരൻ ഗുരുതരാവസ്ഥയിൽ. കോടാലി കടമ്പോട് കാവുങ്ങൽ സിൽജോ ജോൺസി ദമ്പതികളുടെ ഇളയ മകൻ ആൾജോ ആണ് മരിച്ചത്. സഹോദരൻ അനൂജിനും പാമ്പ് കടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ അനൂജ് അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടികൾ ഉറങ്ങിക്കിടന്ന മുറിയിലെ തലയിണക്കിടയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടി കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. പക്ഷിവിഷബാധ ആയിരിക്കാമെന്നാണ് രക്ഷിതാക്കൾ ആദ്യം കരുതിയത്. ഉറക്കത്തിനിടയിൽ പുലർച്ചെ 2 മണിക്ക് കുട്ടികൾക്ക് ജീരകവെള്ളം കൊടുത്തു വീണ്ടും ഉറങ്ങാൻ കിടന്നു. 4 മണിയോടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഉടൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടികളെ എത്തിക്കുകയായിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിലാണ് കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. കുട്ടികളുടെ ദേഹത്ത് പാമ്പ് കടിയേറ്റതിന്റെ അടയാളങ്ങളും കണ്ടെത്തി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇളയ കുട്ടിയായ ആൽജോയ്ക്ക് ജീവൻ നഷ്ടമായി. ഗുരുതരാവസ്ഥയിലായിരുന്ന അനൂജിനെ അങ്കമാലിയിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും കുട്ടികൾ ഉറങ്ങിക്കിടന്ന മുറിയിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. വീടിനടുത്ത് പുരോഹിതന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിരുന്നിൽ പങ്കെടുക്കുകയും വീട്ടിൽ എത്തി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അവക്കാഡോ ജ്യൂസ് കുടിച്ചിരുന്നു. ഭക്ഷ്യവിഷബാധ ആയിരിക്കാമെന്നാണ് രക്ഷിതാക്കൾ ആദ്യം കരുതിയത്. മരിച്ച കുട്ടിയുടെ കൈയിലും അനൂജിന്റെ കാലിലുമാണ് കടിയേറ്റത്. ഇരുവരും കടമ്പോട് ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. മരിച്ച ആൽജോ 2ാം ക്ലാസ്സിലും സഹോദരൻ അനൂജ് 4ാം ക്ലാസ്സിലും പഠനം പൂർത്തിയാക്കി. സഹോദരി ഏഞ്ചൽ